ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വെള്ളക്കടലയുടെ കറിയായിട്ടാണ്. കൂടെ വെള്ളാപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഇനി നമുക്ക് കുതിർത്ത് വെച്ച കടല എടുത്തതിന് ശേഷം വെള്ളത്തിലേക്ക് മാറ്റി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അല്പം ഉപ്പും മഞ്ഞളും ചേർത്ത് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 3 ഗ്രാമ്പൂവും 2 കറുവപ്പട്ടയും 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നമുക്ക് 4 വെല്ലുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 2 വലിയ തക്കാളിയും 1/2 മുറി തേങ്ങയും ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. നന്നായി ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിയും മുളക് പൊടി വറുത്തതും പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എല്ലാ മസാലകളും അതിൽ നന്നായി പിടിക്കുന്ന രീതിക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വെള്ളത്തോടെ വേണം ചേർക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ വെള്ളമൊന്നും കറിയിൽ ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് മധുരത്തിനായി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിളപ്പിച്ചെടുത്ത് തന്നെ നമ്മുടെ മസാലക്കറി ഇവിടെ റെഡിയാവും. ഇനി നമുക്ക് നമ്മുടെ വെള്ളാപ്പത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് 5 മണിക്കൂർ നേരം കുതിർത്തി വെച്ച 3 ഗ്ലാസ് പച്ചരി എടുക്കാം. ഈ ഒരു മിക്സി ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചരി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് ചോറും 1/2 മുറി തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ബേക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന ഈസ്റ്റാണ് ഇതിന് നല്ലത്. പരമാവധി അത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അരിയുടെയും തേങ്ങയുടെയും ലെവലിൽ വെള്ളം നിൽക്കുന്ന രീതിക്ക് നമുക്ക് അടിച്ചെടുക്കാം. 8 മണിക്കൂറിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു അപ്പച്ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ വെള്ളാപ്പം ചൂടുന്നതോട്ട് നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളക്കടലയും വെള്ളാപ്പവും റെഡി ആയിട്ടുണ്ട്. നല്ല കോമ്പിനേഷൻ, എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.